ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ട്രിക്സ് ഇൻ PSCയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കമ്മീഷനുകളെക്കുറിച്ച് ആദ്യം ചെയ്ത വീഡിയോ നിങ്ങൾക്ക് വളരെ ഹെൽപ്ഫുൾ ആയെന്ന് മനസ്സിലായി. ഇന്ന് ആ വീഡിയോയുടെ സെക്കൻഡ് പാർട്ടാണ്. ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഡിഗ്രി പ്രിലിംസും 10th മെയിൻസും എല്ലാ എക്സാമുകൾക്കും ഹെൽപ്പ് ചെയ്യുന്നത് തന്നെയാണ്. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ദേശീയ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ, ദേശീയ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ, ദേശീയ സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ, ലോക്പാൽ, ലോകായുക്ത, ഇത്രയും ടോപ്പിക്കുകളാണ്. എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് വീഡിയോ കാണാൻ വേണ്ടി തുടങ്ങുക. നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതാണ് എനിക്കും ഇതുപോലെയുള്ള വീഡിയോസ് ചെയ്യാനുള്ള മോട്ടിവേഷൻ. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. എല്ലാവരും ശ്രദ്ധിച്ചിരുന്ന് ക്ലാസ് കേൾക്കുക. ആദ്യം നമുക്ക് ദേശീയ ബാലാവകാശ കമ്മീഷനെ കുറിച്ച് നോക്കാം. 2007 മാർച്ച് 5 ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ഒരു ചെയർപേഴ്സണും 6 അംഗങ്ങളും ഉള്ള 7 അംഗ കമ്മീഷനാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. 6 അംഗങ്ങളിൽ ഒരാൾ മെമ്പർ സെക്രട്ടറിയാണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 65 വയസ്സും അംഗങ്ങളുടെ കാലാവധി 3 വർഷം അല്ലെങ്കിൽ 60 വയസ്സുമാണ്. ഇവിടെ കമ്മീഷൻ ചെയർപേഴ്സന്റെയും അംഗങ്ങളുടെയും കാലാവധി വ്യത്യാസമുണ്ട്. വർഷം 3 തന്നെയാണ്, പക്ഷേ വയസ്സിലാണ് വ്യത്യാസം വരുന്നത്. ചെയർപേഴ്സണ് 65 വയസ്സ് വരെയും അംഗങ്ങൾക്ക് 60 വയസ്സ് വരെയുമാണ് നിലനിൽക്കാൻ പറ്റുന്നത്. ചെയർമാന്റെ യോഗ്യത കുട്ടികളുടെ ക്ഷേമം പ്രോത്സാഹിപ്പിക്കുന്നതിനായി മികച്ച പ്രവർത്തനം നടത്തിയിട്ടുള്ള വ്യക്തിയും പ്രഗത്ഭനും ആയിരിക്കണം. ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ, 2 തവണ ചെയർപേഴ്സൺ ആയതും ശാന്ത സിൻഹ തന്നെയാണ്. നിലവിലെ ചെയർപേഴ്സൺ പ്രിയങ്ക് കനുങ്കോ. നിലവിലെ ദേശീയ ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ പ്രിയങ്ക് കനുങ്കോ. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് വനിതാ ശിശുവികസന മന്ത്രാലയം. വനിതാ ശിശുവികസന മന്ത്രാലയവുമായി ബന്ധപ്പെട്ടതാണ് ദേശീയ ബാലാവകാശ കമ്മീഷൻ. ഈ പഠിച്ചതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ദേശീയ ബാലാവകാശ കമ്മീഷൻ നിലവിൽ വന്നത് 2007 മാർച്ച് 5 ആസ്ഥാനം ന്യൂഡൽഹി. അംഗങ്ങളുടെ എണ്ണം 7, 1+6 എന്ന സ്ട്രക്ചറാണ്. ചെയർപേഴ്സണെയും അംഗങ്ങളെയും നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 65 വയസ്സും അംഗങ്ങളുടെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 60 വയസ്സുമാണ്. ആദ്യ ചെയർപേഴ്സൺ ശാന്ത സിൻഹ, 2 തവണ ചെയർപേഴ്സൺ ആയതും ശാന്ത സിൻഹ തന്നെയാണ്. നിലവിലെ ചെയർപേഴ്സൺ പ്രിയങ്ക് കനുങ്കോ. ദേശീയ ബാലാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് വനിതാ ശിശുവികസന മന്ത്രാലയം. അടുത്തത് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. കുട്ടികൾക്കായുള്ള ക്ഷേമ പദ്ധതികൾ നടപ്പിലാക്കുക, കുട്ടികളുടെ സുരക്ഷ ഉറപ്പാക്കുക എന്നീ ലക്ഷ്യങ്ങളോടെ നിലവിൽ വന്ന കമ്മീഷനാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ. കമ്മീഷൻ പ്രവർത്തനം ആരംഭിച്ചത് 2013 ജൂൺ 3 കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരം. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായി 2 നിയമങ്ങളുണ്ട്. ഒന്നാമത്തേത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005, രണ്ടാമത്തേത് കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2012. ഈ 2 നിയമങ്ങളാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ രൂപീകരണത്തിന് കാരണമായ നിയമങ്ങൾ, 2005ലെയും 2012ലേതും. കേരള ബാലാവകാശ കമ്മീഷൻ കുട്ടിയായി പരിഗണിക്കുന്ന പ്രായപരിധി എന്ന് പറയുന്നത് 18 വയസ്സിന് താഴെയുള്ളവരെയാണ്. 18 വയസ്സിന് താഴെയുള്ള ആൺകുട്ടിയെയും പെൺകുട്ടിയെയും കേരള ബാലാവകാശ കമ്മീഷൻ കുട്ടിയായിട്ടാണ് പരിഗണിക്കുന്നത്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാകുന്ന നിയമങ്ങൾ 4 എണ്ണമാണ് വരുന്നത്. ഒന്നാമത്തേത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 വകുപ്പ് 13(1). രണ്ടാമത്തേത് സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം 2009 വകുപ്പ് 31. പോക്സോ നിയമം 2012 വകുപ്പ് 44. കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ നിയമം 2012 ചട്ടം 17. ഒന്നുകൂടെ പറയാം, കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ ഉത്തരവുകൾക്ക് അടിസ്ഥാനമാകുന്ന നിയമങ്ങളാണ് പറയുന്നത്. നിയമങ്ങൾ: ഒന്നാമത്തേത് ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2005 വകുപ്പ് 13(1). 2. സൗജന്യവും നിർബന്ധിതവുമായ വിദ്യാഭ്യാസത്തിനുള്ള കുട്ടികളുടെ അവകാശ നിയമം 2009 വകുപ്പ് 31.
പോക്സോ നിയമം 2012 വകുപ്പ് 44, കേരള സംസ്ഥാന ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ നിയമം 2012 ചട്ടം 17. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനിലെ അംഗങ്ങൾ 7 പേരാണ്, ചെയർമാൻ ഉൾപ്പെടെ. നമ്മൾ ദേശീയ ബാലാവകാശ കമ്മീഷനിൽ പറഞ്ഞ പോലെ തന്നെ 1+6 എന്ന സ്ട്രക്ചർ തന്നെയാണ് കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷനും വരുന്നത്. ഇവിടെയും ചെയർമാൻ്റെയും അംഗങ്ങളുടെയും കാലാവധി നേരത്തെ പറഞ്ഞതുപോലെ തന്നെയാണ്. ചെയർമാൻ്റെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 65 വയസ്സും അംഗങ്ങളുടെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 60 വയസ്സുമാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ തിരഞ്ഞെടുക്കുന്ന സമിതിയുടെ അധ്യക്ഷൻ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രിയാണ്. നമ്മുടെ സംസ്ഥാന സാമൂഹ്യക്ഷേമ വകുപ്പ് മന്ത്രി ആരാണെന്നുള്ളത് നിങ്ങൾ കമൻറ്റിൽ പറയണേ. കേരള ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരനാണ്. കേരള ബാലാവകാശ കമ്മീഷന്റെ ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ. രണ്ടാമത്തെ കമ്മീഷൻ ചെയർപേഴ്സൺ ശോഭ കോശി. രണ്ടാമത്തെ ചെയർപേഴ്സൺ ആയത് ശോഭ കോശി. നിലവിൽ KV മനോജ് കുമാർ ആണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർപേഴ്സൺ. സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നത് നീക്കം ചെയ്യുന്നതിനുമുള്ള അധികാരം സംസ്ഥാന സർക്കാരിനാണ്. കേരള സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സെക്രട്ടറിയെ തിരഞ്ഞെടുക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന ഗവൺമെൻറ്റാണ്. അപ്പോൾ ഇത്രയാണ് സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. അതൊന്ന് റിവൈസ് ചെയ്ത് നോക്കാം. 2013 ജൂൺ 3 പ്രവർത്തനം ആരംഭിച്ചു. ആസ്ഥാനം തിരുവനന്തപുരമാണ്. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങളുണ്ട്. 1+6 എന്ന സ്ട്രക്ചർ. ചെയർമാന്റെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 65 വയസ്സും അംഗങ്ങളുടെ കാലാവധി 3 വർഷം ഇല്ലെങ്കിൽ 60 വയസ്സുമാണ്. സംസ്ഥാന ബാലാവകാശ കമ്മീഷനെ നിയമിക്കുന്നതും നീക്കം ചെയ്യുന്നതും സംസ്ഥാന സർക്കാരാണ്. ആദ്യ ചെയർപേഴ്സൺ നീല ഗംഗാധരൻ, രണ്ടാമത്തെ ചെയർപേഴ്സൺ ശോഭ കോശി, നിലവിലെ ചെയർപേഴ്സൺ KV മനോജ് കുമാർ. നെക്സ്റ്റ്, ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇത് രൂപം കൊള്ളാനുണ്ടായ കാരണം 1992 ഇന്ദ്ര സോണി വേഴ്സസ് യൂണിയൻ ഓഫ് ഇന്ത്യ എന്ന കേസിൽ സുപ്രീം കോടതി വിധി പറയുന്നതിനിടയിൽ പിന്നാക്ക വിഭാഗത്തിൽ പൗരന്മാരെ ഉൾക്കൊള്ളിക്കുന്ന സംബന്ധിച്ച് ഒരു മാർഗരേഖ തയ്യാറാക്കാനും പരാതികൾ പരിശോധിക്കാനും ഒരു സ്ഥിരം സമിതിയെ നിയമിക്കണമെന്ന നിർദ്ദേശം കേന്ദ്രത്തിന് നൽകി. പ്രസ്തുത നിർദ്ദേശപ്രകാരമാണ് ഇന്ത്യയിൽ പാർലമെന്റ് നിയമത്തിലൂടെ ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപം കൊണ്ടത്. ദേശീയ പിന്നാക്ക കമ്മീഷൻ ഭരണഘടനാ പദവി ലഭിക്കാൻ കാരണമായ ഭരണഘടനാ ഭേദഗതിയാണ് 2018 102 ഭേദഗതി. അത് ഇമ്പോർട്ടൻ്റ് ആണ്, ഓർത്തിരിക്കണം. 2018 102 ഭേദഗതിയാണ്. ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് 338B. 338Bയിലാണ് ദേശീയ പിന്നാക്ക കമ്മീഷനെ കുറിച്ച് പ്രതിപാദിക്കുന്നത്. അതാണ് 102 ഭേദഗതിയിലൂടെ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ദേശീയ പിന്നോക്ക കമ്മീഷൻ രൂപം കൊണ്ട വർഷം 1993. 1993 ഓഗസ്റ്റ് 14, അത് സ്വാതന്ത്ര്യ ദിനത്തിന് തൊട്ട് തലേന്നാണ് ദേശീയ പിന്നാക്ക കമ്മീഷൻ രൂപം കൊണ്ടതെന്ന് ഓർക്കുക. 1993 ആസ്ഥാനം ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും 3 അംഗങ്ങളും ഉൾപ്പെടെ 5 അംഗങ്ങളാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനിലുള്ളത്. ഒരു 5-അംഗ കമ്മീഷനാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ. 1+4 എന്ന സ്ട്രക്ചറാണ്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. ദേശീയ പിന്നാക്ക കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് പ്രസിഡന്റാണ്. അംഗങ്ങളുടെ കാലാവധിയും മറ്റ് സേവന വ്യവസ്ഥകളും തീരുമാനിക്കുന്നതും പ്രസിഡന്റാണ്. ദേശീയ പിന്നാക്ക കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് പ്രസിഡന്റിനും ആ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുന്നത് പ്രസിഡന്റുമാണ്. അതായത് നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നത്, വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, ഇതെല്ലാം പ്രസിഡന്റിനാണ്. പിന്നീട് പ്രസിഡന്റ് ആ റിപ്പോർട്ട് പാർലമെന്റിൽ സമർപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷന്റെ ആദ്യ ചെയർമാൻ RN പ്രസാദ് ആണ്. ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ആദ്യ ചെയർമാനായത് ഭഗവാൻ ലാൽ സാനിയാണ്. ആദ്യ ചെയർമാൻ RN പ്രസാദും ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ആദ്യ ചെയർമാനായത് ഭഗവാൻ ലാൽ സാനിയുമാണ്. നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാം. ദേശീയ പിന്നാക്ക കമ്മീഷന്റെ പ്രധാന ചുമതലകളിൽ 5 കാര്യങ്ങൾ ഉൾപ്പെടുന്നുണ്ട്. ഒന്നാമത്തേത്, സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങളുടെ അവകാശങ്ങൾ നേടിയെടുക്കുവാനും അത്തരം ജനവിഭാഗങ്ങൾക്ക് സംരക്ഷണം നൽകുവാനുമുള്ള നടപടികൾ സ്വീകരിക്കുക.
രണ്ടാമത്തേത് സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ അവകാശങ്ങളും സംരക്ഷണങ്ങളും നിഷേധിക്കുന്നതുമായി ബന്ധപ്പെട്ട പരാതികൾ അന്വേഷിക്കുക. അതായത് നടപടികൾ സ്വീകരിക്കുക, പരാതികൾ അന്വേഷിക്കുക. നെക്സ്റ്റ്, സാമൂഹികവും വിദ്യാഭ്യാസപരവുമായും പിന്നാക്കം നിൽക്കുന്ന വിഭാഗങ്ങളുടെ സാമൂഹിക സാമ്പത്തിക വികസനത്തിന്റെ പുരോഗതി വിലയിരുത്തുക. പ്രവർത്തനങ്ങളെക്കുറിച്ചുള്ള റിപ്പോർട്ടുകൾ പ്രസിഡന്റിന് അനുയോജ്യമായ സമയങ്ങളിൽ നൽകുക. സാമൂഹികപരവും വിദ്യാഭ്യാസപരവുമായി പിന്നാക്കം നിൽക്കുന്ന ജനവിഭാഗങ്ങൾക്കായി കേന്ദ്രവും സംസ്ഥാനവും സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ നൽകുക. ഇതൊക്കെയാണ് പിന്നാക്ക കമ്മീഷന്റെ പ്രധാന ചുമതലകൾ. അതിലെ ചില കീവേഡ്സ് ആണ്: നടപടികൾ സ്വീകരിക്കുക, പരാതികൾ അന്വേഷിക്കുക, പുരോഗതി വിലയിരുത്തുക, പ്രസിഡന്റിന് റിപ്പോർട്ട് നൽകുക, നടപടികൾക്ക് സ്വീകരിക്കേണ്ട നടപടികൾ ശുപാർശ നൽകുക. ഇതൊക്കെയാണ് ദേശീയ പിന്നാക്ക കമ്മീഷന്റെ പ്രധാന ചുമതലകളുമായി ബന്ധപ്പെട്ട കീവേഡ്സ്. ദേശീയ പിന്നാക്ക കമ്മീഷനുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് എംപവർമെന്റ്. സംസ്ഥാനങ്ങളിലെയും കേന്ദ്രഭരണ പ്രദേശങ്ങളിലെയും ജനവിഭാഗങ്ങളിൽ പിന്നാക്കം നിൽക്കുന്നവർ ആരാണ് എന്ന് തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഓക്കെ, അപ്പോൾ ഇത്രയാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനെ കുറിച്ച് പറയാനുള്ളത്. ഒന്നുകൂടി ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ആർട്ടിക്കിൾ 338B ആണ്. അത് ഉൾപ്പെടുത്തിയത് 2018 102 ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ്. 1993 ഓഗസ്റ്റ് 14 ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ രൂപീകരിച്ചത്. ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1+4 എന്ന സ്ട്രക്ചറാണ് ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷനുള്ളത്. ഒരു ചെയർപേഴ്സൺ, ഒരു വൈസ് ചെയർപേഴ്സൺ, 3 അംഗങ്ങൾ. ചെയർപേഴ്സണെ അംഗങ്ങളെയും നിയമിക്കുന്നത്, നീക്കം ചെയ്യുന്നതെല്ലാം രാഷ്ട്രപതിയാണ്. ചെയർപേഴ്സന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ആദ്യ ചെയർപേഴ്സൺ RN പ്രസാദും ഭരണഘടനാ പദവി ലഭിച്ച ശേഷം ആദ്യ ചെയർമാൻ ഭഗവാൻ ലാൽ സാനിയും നിലവിലെ ചെയർമാൻ ഹൻസ് രാജ് ഗംഗാറാമുമാണ്. അടുത്തത് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. ഇതിന്റെ രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമമാണ് സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമം 1993. ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവൻ. പൗരന്മാരെ പിന്നാക്ക വിഭാഗങ്ങളുടെ പരിധിയിൽ ഉൾപ്പെടുത്തുന്നതിനുള്ള അഭ്യർത്ഥനകൾ പരിഗണിക്കുന്നതിനും അർഹതയില്ലാതെ ഉൾപ്പെടുത്തിയിരിക്കുന്നവരെ കണ്ടെത്തുന്നതിനുമുള്ള പരിശോധനകൾക്കും ശുപാർശകൾക്കുമായി രൂപം കൊണ്ട കമ്മീഷനാണ് കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാന്റെ യോഗ്യതയായി വരുന്നത് സുപ്രീം കോടതി അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജിയോ ആ പദവിയിൽ നിന്നും വിരമിച്ച ആളോ ആയിരിക്കണം. ചെയർമാനെ നിയമിക്കുന്നത് സംസ്ഥാന സർക്കാരാണ്. കേരള സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷനിലെ അംഗങ്ങൾ 3 പേരാണ്. ചെയർമാനും 2 അംഗങ്ങളും. ഒരു മെമ്പർ സെക്രട്ടറിയാണ്. അംഗങ്ങളിൽ ഒരാൾ മെമ്പർ സെക്രട്ടറിയാണ്. ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. നിലവിൽ സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരനാണ്. ഇത്രയാണ്. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. രൂപീകരണവുമായി ബന്ധപ്പെട്ട നിയമം 1993 സംസ്ഥാന പിന്നാക്ക വിഭാഗ കമ്മീഷൻ നിയമം. ആസ്ഥാനം തിരുവനന്തപുരത്തെ അയ്യങ്കാളി ഭവൻ. 3 അംഗങ്ങളാണുള്ളത്. 1+2 എന്ന സ്ട്രക്ചറാണ്. ചെയർമാനെ നിയമിക്കുന്നത് കേരള സർക്കാരാണ്. ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. നിലവിലെ ചെയർമാൻ ജസ്റ്റിസ് G ശശിധരൻ. നെക്സ്റ്റ്, ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ. 1993 മെയ് 17 ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത്. ആസ്ഥാനം ന്യൂഡൽഹി. 7 അംഗങ്ങളാണുള്ളത്. 1+6 എന്ന സ്ട്രക്ചറാണ്. ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര ഗവൺമെന്റ് ആണ്. ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷമാണ്. ആദ്യ ചെയർമാൻ മുഹമ്മദ് സാദിർ അലി. നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ജോർജ് കുര്യൻ. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ജോർജ് കുര്യൻ. ബന്ധപ്പെട്ട മന്ത്രാലയം ന്യൂനപക്ഷകാര്യ മന്ത്രാലയം. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ 18. ഡിസംബർ 18 ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനം. ഒന്ന് റിവൈസ് ചെയ്ത് നോക്കാം. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 1993 മെയ് 17. 1993 മെയ് 17. ആസ്ഥാനം ന്യൂഡൽഹി. അംഗങ്ങൾ 1+6 എന്ന സ്ട്രക്ചർ. ചെയർമാൻ ഉൾപ്പെടെ 7 അംഗങ്ങൾ. ചെയർമാനെ അംഗങ്ങളെ നിയമിക്കുന്നത് കേന്ദ്ര സർക്കാരാണ്. ചെയർമാന്റെ അംഗങ്ങളുടെയും കാലാവധി 3 വർഷം. ആദ്യ ചെയർമാൻ മുഹമ്മദ് സാദിർ അലി.
നിലവിലെ ചെയർമാൻ ഇക്ബാൽ സിംഗ് ലാൽപുര. ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനായ ആദ്യ മലയാളിയാണ് ജോർജ് കുര്യൻ. ഇതുമായി ബന്ധപ്പെട്ട മന്ത്രാലയം ന്യൂനപക്ഷകാര്യ മന്ത്രാലയമാണ്. ദേശീയ ന്യൂനപക്ഷ അവകാശ ദിനമാണ് ഡിസംബർ 18. അടുത്തത് സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. സംസ്ഥാനത്തെ ന്യൂനപക്ഷങ്ങളുടെ സമഗ്രമായ വിദ്യാഭ്യാസ പുരോഗതി, ക്ഷേമം, സംരക്ഷണം, ശാക്തീകരണം എന്നിവയ്ക്കായി രൂപീകരിക്കപ്പെട്ട കമ്മീഷനാണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ രൂപീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട ഓർഡിനൻസ് ആണ് കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ ഓർഡിനൻസ് 2013. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം ഓർഡിനൻസിലൂടെ നിലവിൽ വന്നത് 2013 മെയ് 15. ഓർഡിനൻസിലൂടെ നിലവിൽ വന്ന ഡേറ്റ് ആണ് 2013 മെയ് 15. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിയമം പ്രാബല്യത്തിൽ വന്ന വർഷം 2014 കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ നിലവിൽ വന്നത് 2013. നിയമമാണ് 2014 പ്രാബല്യത്തിൽ വന്നത്. കമ്മീഷൻ 2013 തന്നെ നിലവിൽ വന്നു. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷനിലെ അംഗങ്ങളുടെ എണ്ണം 3. ചെയർമാൻ ഉൾപ്പെടെയാണ് 3 പേര്. 1+2 എന്ന സ്ട്രക്ചറാണ് ഇവിടെ. കമ്മീഷനിലെ അംഗങ്ങൾ ന്യൂനപക്ഷ വിഭാഗങ്ങളിൽ നിന്നുള്ളവരായിരിക്കണം. കൂടാതെ അംഗങ്ങളിൽ ഒരാൾ വനിതയുമായിരിക്കണം. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ അംഗങ്ങൾ രാജി സമർപ്പിക്കേണ്ടത് സംസ്ഥാന സർക്കാരിനാണ്. ന്യൂനപക്ഷ കമ്മീഷന്റെ ആസ്ഥാനം തിരുവനന്തപുരമാണ്. നിലവിലെ ചെയർമാൻ എ റഷീദാണ്. അപ്പം സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷൻ കേരള ഗവർണറുടെ ഓർഡിനൻസിലൂടെ 2013 ജൂൺ 13 നിലവിൽ വന്നു. 2014 കേരള സംസ്ഥാന ന്യൂനപക്ഷ നിയമം നിലവിൽ വന്നത് 2013 മെയ് 15. മുൻകാല പ്രാബല്യത്തോടെയാണ് ആ നിയമം നിലവിൽ വരുന്നത്. ആസ്ഥാനം തിരുവനന്തപുരം. ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണുള്ളത്. 1+2 എന്ന സ്ട്രക്ചറാണ്. കേരള സംസ്ഥാന ന്യൂനപക്ഷ കമ്മീഷന്റെ കാലാവധി 3 വർഷമാണ്. നിലവിലെ ചെയർമാൻ എ റഷീദ്. അടുത്തത് ലോക്പാൽ. ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16. 2019 മാർച്ച് 19 ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ നിയമിതനായി. ആസ്ഥാനം ന്യൂഡൽഹിയാണ് ലോക്പാലിന്റെ ആസ്ഥാനം. അംഗങ്ങളുടെ എണ്ണം 9 പേരുണ്ട്. ഒരു ചെയർപേഴ്സണും 8 അംഗങ്ങളും. 1+8 എന്ന സ്ട്രക്ചറാണ് വരുന്നത്. ജുഡീഷ്യൽ അംഗങ്ങളുടെ എണ്ണം 4. ലോക്പാലിന്റെ കാലാവധി വരുന്നത് 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് ലോക്പാലിന്റെ കാലാവധി. അംഗമാകാൻ വേണ്ട കുറഞ്ഞ പ്രായം 45 വയസ്സാണ്. ലോക്പാലിലെ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ലോക്പാൽ അധ്യക്ഷൻ ഇന്ത്യയുടെ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ സുപ്രീം കോടതി മുൻ ജഡ്ജി അല്ലെങ്കിൽ അഴിമതി വിരുദ്ധനും പബ്ലിക് അഡ്മിനിസ്ട്രേഷൻ, വിജിലൻസ്, ഇൻഷുറൻസ്, ബാങ്കിംഗ് ഉൾപ്പെടെയുള്ള ധനകാര്യ നിയമം, മാനേജ്മെന്റ് എന്നിവയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ കുറഞ്ഞത് 25 വർഷത്തെ പ്രത്യേക അറിവും വൈദഗ്ധ്യവുമുള്ള, കുറ്റമറ്റ സമഗ്രതയും മികച്ച കഴിവുമുള്ള ഒരു പ്രമുഖ വ്യക്തിയോ ആയിരിക്കണം. ഇതാണ് ലോക്പാൽ അധ്യക്ഷനാവാനുള്ള യോഗ്യത. ആദ്യ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ്. ലോക്പാലിന്റെ ആദ്യ ചെയർമാനാണ് പിനാക്കി ചന്ദ്രഘോഷ്. പിനാക്കി ചന്ദ്രഘോഷാണ് 2019 മാർച്ച് 19 നിയമിതനായ ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ. നിലവിലെ ലോക്പാൽ എം ഖാൻവിൽക്കർ അഥവാ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ. ലോക്പാലുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് പേഴ്സണൽ മന്ത്രാലയം. ഒന്നുകൂടെ പറയാം. ലോക്പാൽ നിയമം നിലവിൽ വന്നത് 2014 ജനുവരി 16. 2019 മാർച്ച് 19 ഇന്ത്യയിലെ ആദ്യ ലോക്പാൽ നിയമിതനായി. ലോക്പാലിന്റെ ആസ്ഥാനം ന്യൂഡൽഹിയാണ്. 1+8 എന്ന സ്ട്രക്ചറാണ് ലോക്പാലുള്ളത്. അതായത് ടോട്ടൽ 9 അംഗങ്ങൾ. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് വരെയാണ്. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ആദ്യ ചെയർമാൻ പിനാക്കി ചന്ദ്രഘോഷ്. നിലവിലെ ചെയർമാൻ അജയ് മാണിക് റാവു ഖാൻവിൽക്കർ അഥവാ എം ഖാൻവിൽക്കർ. ലോക്പാലുമായി ബന്ധപ്പെട്ട മന്ത്രാലയമാണ് പേഴ്സണൽ മന്ത്രാലയം. ലാസ്റ്റ് വൺ ലോകായുക്ത. 1998 നവംബർ 15 കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നു. കേരള ലോകായുക്ത നിയമം നിലവിൽ വന്നത് 1998 നവംബർ 15. സംസ്ഥാനം തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ്. ലോകായുക്തയുടെ ആസ്ഥാനമാണ് തിരുവനന്തപുരത്തെ വികാസ് ഭവൻ. 3 അംഗങ്ങളാണുള്ളത്. 1+3 എന്ന സ്ട്രക്ചറാണ്.
1+2 എന്ന സ്ട്രക്ചറാണ്. അംഗങ്ങളെ നിയമിക്കുന്നത് ഗവർണർ. മുഖ്യമന്ത്രിയുടെ ഉപദേശപ്രകാരം ഗവർണറാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. കാലാവധി ലോക്പാൽ പറഞ്ഞ പോലെ തന്നെ 5 വർഷം ഇല്ലെങ്കിൽ 70 വയസ്സാണ്. വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നതും അംഗങ്ങൾ രാജിക്കത്ത് നൽകുന്നതും ഗവർണർക്ക് തന്നെയാണ്. ലോകായുക്തയും ഉപലോകായുക്തയും നീക്കം ചെയ്യുന്നതും ഗവർണറാണ്. ലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത മുൻ സുപ്രീം കോടതി ജഡ്ജി അല്ലെങ്കിൽ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കണം. ഉപലോകായുക്തയായി നിയമിക്കപ്പെടാനുള്ള യോഗ്യത മുൻ ഹൈക്കോടതി ജഡ്ജി ആയാൽ മതി. ആദ്യ ചെയർമാൻ PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ ലോകായുക്ത N അനിൽകുമാർ. നിലവിലെ ഉപലോകായുക്തമാർ ജസ്റ്റിസ് അശോക് മേനൻ, ജസ്റ്റിസ് V ഷർസി. ഒന്നുകൂടെ പറയാം, ലോകായുക്ത നിലവിൽ വന്നത് 1998 നവംബർ 15 ആസ്ഥാനം തിരുവനന്തപുരത്തെ വികാസ് ഭവനാണ്. 1+2 എന്ന സ്ട്രക്ചറാണ് ലോകായുക്തയ്ക്കുള്ളത്. അംഗങ്ങളെ നിയമിക്കുന്നത്, രാജിക്കത്ത് നൽകുന്നത്, റിപ്പോർട്ട് സമർപ്പിക്കുന്നത്, നീക്കം ചെയ്യുന്നത് എല്ലാം ഗവർണറുടെ ഉത്തരവാദിത്തമാണ്. കാലാവധി 5 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ്. ആദ്യ ചെയർമാൻ PC ബാലകൃഷ്ണ മേനോൻ. നിലവിലെ ലോകായുക്ത N അനിൽകുമാറും ഉപലോകായുക്തമാർ ജസ്റ്റിസ് അശോക് മേനനും ജസ്റ്റിസ് V ഷർസിയുമാണ്. ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ 8 കമ്മീഷൻസിനെ കുറിച്ചാണ് പഠിച്ചത്. നിങ്ങൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് പഠിക്കാൻ ഈ ഒരു ക്ലാസ് ഹെൽപ്പ് ചെയ്യുമെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നിങ്ങൾക്ക് ക്ലാസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ക്ലാസ് ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം. ഓക്കെ, താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്. എല്ലാവരും നന്നായി പ്രിപ്പയർ ചെയ്തിട്ട് എക്സാം എഴുതാം. എല്ലാവർക്കും ജോലി കിട്ടട്ടെ. ഓക്കെ, താങ്ക് യു.